പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 87ാം തിരുനാൾ മെയ് 2, 3, 4, 5, 6 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായി നടന്ന ദിവ്യബലിക്കും മറ്റു തിരുകർമ്മങ്ങൾക്കും ശേഷമാണ് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിന് ശേഷം തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന നേർച്ചയായ നിത്യസഹായാമൃതത്തിന്റെ വെഞ്ചിരിപ്പും വികാരി ജനറൽ നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി രാവിലെ 6-നും വൈകിട്ട് 5-നും ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. മെയ് 2-ന് വൈകിട്ട് 5 മണിക്ക് പ്രസുതേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ 16 നവവൈദികർ കാർമ്മികത്വം വഹിക്കും. മെയ് 3-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ മെയ് 4-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 6:45-ന് ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, ജോയിന്റ് ജനറൽ കൺവീനർ ആൽബർട്ട് ജോസഫ്, മറ്റു വിവിധ കമ്മിറ്റി കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും തിരുനാളിന് നേതൃത്വം നൽകും.